ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുർ റഹ്മാനിലെ 50-ാമത്തെ വചനം മുതൽ 59-ാമത്തെ വചനം വരെ ആണ് നമുക്ക് പുതിയ പാഠമായി പാരായണം ചെയ്യാനുള്ളത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിഞ്ഞിരിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. ഫീഹിമ ഐനാനി തജ്രിയാൻ. ഐനിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. തജ്രിയാൻ എന്ന പദത്തിലെ ജീവൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കണം. അടുത്ത വചനത്തിൽ ആലാഇ എന്ന പദത്തിലെ മദ് മുത്തസിൽ വാജിബ്, 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മിൻ കുല്ലി ഈ വചനത്തിൽ ഈ പദത്തിൽ സക്കിന നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കണം. ശേഷം ഫാകിഹത്തിൻ സൗജാൻ ഇവിടെയും തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇഖ്ഫാ ഹഖീഖി. ശേഷം അലാഇ എന്ന പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ്, 4-5 ഹറക്കത്തിൻ്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കുക. മുത്തഖീന, അവിടെ മുത്തഖീന എന്ന് ഹംസ അവ്യക്തമായി പോകുന്നത് സൂക്ഷിക്കുക. ഹംസയെ വ്യക്തമാക്കി തഹ്ഖീഖ് ചെയ്ത് ഖതഇൻ്റെ ഹംസ എന്നാണ് അതിൻ്റെ പേര് തന്നെ, ഷിദ്ദത്തിൻ്റെ ഹർഫാണ്. മുത്തഖീന എന്ന് വ്യക്തമാക്കുക. ഫുറുഷിൻ ബത്വാഇനുഹ തൻവീനിനെ ഇഖ്ലാബ് ചെയ്യണം. സാക്കിനായ മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, അതാണ് ഇഖ്ലാബ്. മീമിൻ്റെ ഹുക്മായ ഇഖ്ഫാ ഷഫവി നൽകി ഫുറുഷിൻ ബത്വാഇനുഹ. ഇതിൽ വരുന്ന ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. ആ ദീർഘത്തിലും തഫ്ഖീം ഉണ്ടായിരിക്കണം. ത്വാഇൻ്റെ തഫ്ഖീം ദീർഘത്തിലും ഉണ്ടാകും. ബത്വാഇനുഹ. മിൻ ഇസ്തബ്റഖ സാക്കിനായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. ഇസ്തബ്റഖ് എന്ന പദത്തിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖാഫിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ വരുന്നതിനാൽ അതിനും ഖൽഖല നൽകണം. വഖഫിൻ്റെ സന്ദർഭത്തിൽ ഖൽഖല കൂടുതൽ പ്രകടമാവുന്നതാണ്. ഇസ്തബ്റഖ. വജനൽ ജന്നതൈനി ഇതിൽ നൂൻ മുഷദ്ദദ വരുന്നുണ്ട്. ശബ്ദ നൽകപ്പെട്ട നൂൻ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അടുത്ത വചനത്തിലെ ആലാഇ എന്ന പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ്. ഫീഹിന്ന ഈ പദത്തിലും നൂൻ മുഷദ്ദദ വരുന്നു, മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലം യത്മിസ്ഹുന്ന ലം എന്ന പദത്തിലെ സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കണം. യത്മിസ്ഹുന്ന ഇതിലെ ത്വാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. പദത്തിൻ്റെ അന്ത്യത്തിൽ വരുന്ന നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ഇൻസുൻ ഖബലഹും ഇതിൽ സാക്കിനായ നൂനിനെയും തൻവീനിനെയും രണ്ടിനെയും എന്ത് ചെയ്യണം? ഇഖ്ഫാ ഹഖീഖി നൽകി അവ്യക്തമാക്കണം. ഇൻസുൻ ഖബലഹും. തൻവീനിൻ്റെ മണിക്കലിൽ തഫ്ഖീം നൽകണം. സാക്കിന നൂനിൻ്റെ മണിക്കലിൽ തർക്കീഖുമാണ്. ഗുന്ന മുറഖഖ, ഗുന്ന മുഫഖമ. ഇൻസുൻ ഖബലഹും. ശേഷം വരുന്നത് ഖാഫാണ്, തഫ്ഖീമിൻ്റെ ഹർഫാണ് എന്നതുകൊണ്ടാണ് മണിക്കലിലും തഫ്ഖീം നൽകേണ്ടതായി വരുന്നത്. ഖബലഹും എന്ന പദത്തിലെ ബാഇൻ്റെ സുക്കൂൻ ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. പദത്തിൻ്റെ അന്ത്യത്തിലെ സാക്കിനായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വലജാൻ ദീർഘം മദ് ലാസിം മുസഖൽ കലിമി എന്ന ദീർഘമാണ്. അലിഫിന് 6 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അതിൽ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് വഖഫ് ചെയ്യുകയാണ് വേണ്ടത്. വലജാൻ
അടുത്ത വചനത്തിലെ ആലാഇ എന്ന പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കുക. ശേഷം കഅന്നഹുന്ന, ഇതിൽ 2 ശബ്ദ നൽകപ്പെട്ട നൂൻ വരുന്നു. ഇവ രണ്ടും മണിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അൽ യാഖൂതു വൽ മർജാൻ. ശേഷം അടുത്ത വചനത്തിലെ ആലാഇ എന്ന പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധം. ഇതുവരെയുള്ള എല്ലാ വചനങ്ങളിലും വരുന്ന തഫ്ഖീമിൻ്റെയും തർക്കീഖിൻ്റെയും അക്ഷരങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇസ്തിഅല, ഇസ്തിഫാൽ തുടങ്ങിയ സിഫത്തുകൾ മാറിപ്പോവാതെ വ്യക്തമായി തഫ്ഖീമും തർക്കീഖും ചെയ്തുകൊണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കണം. കൂടാതെ മറ്റു സിഫാത്തുകളും നാം മനസ്സിലാക്കിയിട്ടുണ്ട് പലതും. അതെല്ലാം തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ ശരിയായ വിധത്തിൽ പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فيهما عينان تجريان فبأي آلاء ربكما تكذبان فيهما من كل فاكهة زوجان فبأي آلاء ربكما تكذبان متكئين على فرش بطائنها من استبرق وجنى الجنتين دان فبأي آلاء ربكما تكذبان فيهن قاصرات الطرف لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان